ഹലോ! ഇന്നൊരു കുട്ടി കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു പാവാടയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ഷോളാണ്. ഷോളിന്റെ പകുതി മാത്രമേ ഉള്ളൂ. നമ്മുടെ ആള് 2 ഇയർ ആയിട്ടുള്ള ഒരു ബേബിയാണ്. ആ മോൾക്ക് വേണ്ടിയിട്ട് പാനൽ കട്ടിൽ വരുന്ന ഒരു സ്കേർട്ടാണ് ഇതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഹെവി ആയിട്ടുള്ള ഒരു ലേസൊക്കെ വരുന്നുണ്ട്. ഈ ലേസ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴെ ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിന് ലൈനിങ് ഒന്നും വെക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മുകളിൽ ഇലാസ്റ്റിക് ഒക്കെ വരുന്ന രീതിക്കുള്ള ഒരു 20 പാനൽസാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പരമാവധി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം ഇതിൻ്റെ ലേസൊക്കെ അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പം ആ സമയം കൊണ്ട് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ലേസൊക്കെ അഴിച്ചെടുത്ത തുണി ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. 10 ഫോൾഡാണ് ചെയ്തിട്ടുള്ളത്. 20 പാനൽസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാനൽസിൻ്റെ കാൽക്കുലേഷനൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഫോൾഡ് ചെയ്ത് വെച്ച തുണീൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ രണ്ട് വശത്തേക്കും അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിലേക്ക് 1.75 ഇഞ്ചും താഴെ 5.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പാനൽസ് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നല്ല വശവും ചേർത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. വീതി കുറവുള്ള ഭാഗങ്ങളൊക്കെ മുകളിലേക്ക് വരുന്ന രീതിക്കാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സിംഗിൾ സ്റ്റിച്ചേ ചെയ്യുന്നുള്ളൂ. ജോയിൻ ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഞാൻ അതിന് ഇൻ്റർലോക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻ്റർലോക്ക് ചെയ്യുന്നത് ഉഷ ജെനോം മെഷീനിൽ വെച്ചിട്ടാണ്. എൻ്റെ അടുത്ത് ഓവർലോക്ക് ചെയ്യുന്ന മെഷീൻ ഇല്ല. പക്ഷേ ഇതുകൊണ്ട് ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓവർലോക്ക് ചെയ്തതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു യൂസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ എന്താ എല്ലാ പാനൽസും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് ഞാൻ നേരത്തെ എക്സ്ട്രാ വെച്ചിട്ടാണ് പാനൽസ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ലെങ്ത്ത് 18 ഇഞ്ചാണ്. അതിൻ്റെ അകത്ത് 2 ഇഞ്ച് ബാൻഡിനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 16 ഇഞ്ചിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാൻഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ബാൻഡിന് വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹിപ്പ് റൗണ്ട് വന്നിരിക്കുന്നത് 17.5 ഇഞ്ചാണ്. അപ്പോൾ എലാസ്റ്റിക് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് എടുത്തിരിക്കുന്നത് 15.5 ഇഞ്ചിൻ്റെയാണ്. 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ്. അതുകൊണ്ട് നമ്മൾ ബാൻഡ് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബാൻഡിനായിട്ട് എടുത്ത തുണി നമ്മുടെ സ്കേർട്ടിൻ്റെ ഉൾഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ബാൻഡിൻ്റെ മുകൾ വശവും ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കവറായിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്യാണ്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് അവിടെ വിട്ടേക്കുക. നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ എലാസ്റ്റിക് കടത്തി വിടാനായിട്ട്. അപ്പോൾ ഇതാ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലൂടെ നമ്മുടെ എലാസ്റ്റിക് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നിൽ ആക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് കടത്തി വിടാം. എലാസ്റ്റിക് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിതാ ഇതുപോലെ അതിൻ്റെ അരിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ എലാസ്റ്റിക് ഉള്ളിലേക്കായിട്ട് അതിൻ്റെ ഫ്ലെയറൊക്കെ അതിൻ്റെ ചുരുക്കമൊക്കെ എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്ന രീതിക്ക് ആക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ആ ഇട്ടൊരു ഗ്യാപ്പ് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ എലാസ്റ്റിക്കിൻ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് നടുവിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എലാസ്റ്റിക് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നീങ്ങിപ്പോകാനൊന്നും ചാൻസ് ഇല്ല. ഇനി ഇതാ നേരത്തെ അഴിച്ചു വെച്ച ആ ഒരു ബോർഡറും കൂടി ഇതിന് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബോർഡർ എന്ന് വെച്ചാൽ നമ്മുടെ തുണി ഉള്ളിലേക്ക് വരുന്ന രീതിക്കാണുള്ളത്. അപ്പോൾ അതിന് മുന്നേ സ്കേർട്ടിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് ജസ്റ്റ് അളന്ന് നോക്കുന്നുണ്ട്. നമുക്ക് 18.5 വേണ്ടുന്നത്. ഇപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ബാൻഡ് ഇതുപോലെ തന്നെ അഴിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ കുഞ്ഞു കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള കുട്ടിപ്പാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടിപ്പാവാട അല്ല കേട്ടോ, ഫുൾ സ്കേർട്ട് തന്നെയാണ്. അപ്പം നല്ല ഫ്ലെയറിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.